നമ്മൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായി മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന വിഷയത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാഗ്നറ്റിക് മൊമെൻറ്റ്, അതായത് കറണ്ട് ക്യാരിയിങ് കോയിൽസിൻ്റെ കേസിൽ ഒരു മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ടെന്നും അതിനെക്കുറിച്ച് നമ്മൾ വിശദമായി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യം, ഒരു റെക്റ്റാങ്കുലർ കോയിൽ, കറണ്ട് ക്യാരിയിങ് റെക്റ്റാങ്കുലർ കോയിൽ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണ്, അതുപോലെ അതിൽ ആക്ട് ചെയ്യുന്ന ടോർക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരു റെക്റ്റാങ്കുലർ കോയിൽ സങ്കല്പിക്കുക. ഒരു റെക്റ്റാങ്കുലർ കോയിലിനെ നമ്മൾ നെയിം ചെയ്യുകയാണ് എ ബി സി ഡി. അതായത് അതിൻ്റെ 4 വശങ്ങൾ എ ബി സി ഡി. അതിൽ എ ബി എന്ന് പറയുന്ന സൈഡും സി ഡി എന്ന് പറയുന്ന സൈഡിൻ്റെയും ലെങ്ത് സ്മാൾ ബി ആണ്. ബി സി ആൻഡ് എ ഡി ഈക്വൽ ടു എ, സ്മാൾ എ. അതിലൂടെ ഒഴുകുന്ന കറണ്ടിൻ്റെ അളവ് ഐ ആയിട്ടാണ് എടുക്കുന്നത്, ക്യാപിറ്റൽ ഐ. ആംപിയർ കറണ്ട് ഫ്ലോസ് ത്രൂ ദി റെക്റ്റാങ്കുലർ കോയിൽ എ ബി സി ഡി വിച്ച് ഈസ് കെപ്റ്റ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ബി, ക്യാപിറ്റൽ ബി. അപ്പോൾ ഇനി ഈ കോയിൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് വയ്ക്കുമ്പോൾ ഇത് നമുക്ക് 2 രീതിയിൽ വയ്ക്കാൻ പറ്റും. ഈ കോയിൽ നമുക്ക് 2 രീതിയിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് വയ്ക്കാൻ പറ്റും. അപ്പോൾ അതിനായി നമ്മൾ ചെയ്യുന്നത്, ഇതൊരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിനെയാണ് നമ്മൾ വരച്ചേക്കുന്നത്. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ദ ഫീൽഡ് ലൈൻസ് ആർ ഈക്വലി സ്പേസ്ഡ്, പാരലൽ ആൻഡ് ഈക്വലി സ്പേസ്ഡ് ഫീൽഡ് ലൈൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഫീൽഡിലേക്ക് നമ്മളൊരു റെക്റ്റാങ്കുലർ കോയിൽ, ഇതൊരു റെക്റ്റാങ്കുലർ ലൂപ്പാണ്. ഈ ലൂപ്പ് നമ്മൾ പ്ലേസ് ചെയ്യുമ്പം നമുക്ക് ലൂപ്പിൻ്റെ പ്ലെയിൻ എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ഈ സർഫസ് ആണ് പ്ലെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ പ്ലെയിൻ നമുക്ക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ തന്നെ കീപ്പ് ചെയ്യാം. വി ക്യാൻ കീപ്പ് ദ plane of the coil along the direction of the magnetic field. First we consider the case when the plane of the coil is along the direction of magnetic field. നമ്മൾ ഒരു കോയിലിനെ, അതായത് കറണ്ട് ക്യാരിയിങ് ആയിട്ടുള്ള ഒരു റെക്റ്റാങ്കുലർ കോയിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിന് പാരലായിട്ട്, അതായത് പ്ലെയിൻ ഓഫ് ദി കോയിൽ ഈസ് അലോങ് ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, അങ്ങനെ ഒരു കേസിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളിതൊരു റെക്റ്റാങ്കുലർ കോയിലാണെന്നുള്ള കാര്യം മറക്കുക. ഇത് 4 കണ്ടക്ടേഴ്സാണ്, അതായത് എ ബി, ബി സി, സി ഡി, എ ഡി, ഇങ്ങനെ 4 കണ്ടക്ടേഴ്സ് ചേർന്നാണ് ഈ റെക്റ്റാങ്കുലർ ലൂപ്പ് ഉണ്ടായിരിക്കുന്നത്. നമ്മളൊരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ അതിലൊരു ഫോഴ്സ് ആക്ട് ചെയ്യുമെന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? ഉണ്ട്. എന്താണ് ആ ഫോഴ്സിൻ്റെ വാല്യൂ? ദറ്റ് ഫോഴ്സ് ഈസ് നെയിംഡ് ആസ് ലോറൻസ് ഫോഴ്സ്. ദ വാല്യൂ ഓഫ് ദറ്റ് ഫോഴ്സ് ഈസ്, വാട്ട് ഈസ് ഇറ്റ്? IL cross B. So here also there are 4 conductors AB, BC, CD and AD. These 4 conductors carry I ampere current. So the force on AB, what is the force on AB? What is the force on BC, CD and AD? You know the forces on BC and AD in this case is 0 because BC is parallel to the magnetic field B, means theta equal to 0. Hence Lorentz force is 0. Also AD is anti-parallel to the magnetic field B, so theta equal to 180 degree and hence force on AD is also 0. Then what about the force on AB and CD? We know that AB contains a current in the upward direction and that conductor is perpendicular to the magnetic field, that is theta 90. In that case you know the force is maximum, Lorentz force is maximum, that is IL cross B. Here L is B, small b, AB equal to small b. So it is equal to IBB, I small b capital B. Similarly, the force on CD is also equal to IBB. But these 2 forces are equal in magnitude. They are opposite in direction and their lines of action are different. You know that the current in AB is upward direction and CD is in downward direction.
നിങ്ങൾ അങ്ങനെ ഒരു കേസ് പഠിച്ചിട്ടുണ്ട്. അൺലൈക്ക് കറണ്ട്, ripple. Current through AB and current through CD are in opposite direction. So this force will repel each other. Means these two forces are acting in opposite direction and their lines of action are different. That means they are not collinear. Then you know, equal opposite force when acts on a body, so the system has a tendency to rotate. The rotating effect of a system is measured using a term torque, T-O-R-Q-U-E, torque. The magnitude of the torque is given by one of the forces into perpendicular distance between the forces. So here you know the force on AB and CD is equal to IBB. The perpendicular distance between these two forces are small a. But we know AB, small a into small b, that is capital A, the area of the loop. So we can write torque equal to IAB, IAB, മൂന്നും capital letters, I current, A area of the coil and B the magnetic field. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇപ്പോൾ ഒരു ടോർക്ക് ഇതിനകത്ത് വന്നു, നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദി ലൂപ്പ് ഈസ് 0. കാരണം the forces on AB and CD are equal and opposite. So the force cancel each other. The net force is 0, but the system experience a torque given by IAB. Here the term IA, you know, it is the magnetic moment. Right? അത് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് എ കോയിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു I into A. So the torque can be replaced as, torque can also be written as tau equal to mb. Then what happens if the coil contains more than one turn? If there are n turns in the coil, what is the torque acting on it? For one coil the torque is IAB. Then for n turns, capital N turns, the torque becomes NIAB. In this case the magnetic moment M is equal to NIA. Magnetic moment M for one turn is IA, whereas for n turns, capital N turns, it is NIA. So torque is equal to NIAB. അതായത് നമ്മൾ ഇവിടെ പറഞ്ഞ കാര്യം, ഒരു റെക്റ്റാങ്കുലർ കോയിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുമ്പോൾ, അതായത് വിത്ത് ഇറ്റ്സ് പ്ലെയിൻ എലോങ് ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആണെന്നുണ്ടെങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയും ടോർക്കിനെയും കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു ABCD എന്ന ഒരു റെക്റ്റാങ്കുലർ കോയിൽ, അതിൻ്റെ AB എന്ന് പറയുന്ന സൈഡും CD എന്ന് പറയുന്ന സൈഡും സ്മാൾ b ആണ്. അതുപോലെ BC ആൻഡ് AD ഈക്വൽ ടു സ്മാൾ a. അങ്ങനെയുള്ള ഒരു കോയിൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുകയാണ്. എങ്ങനെയാണ് നമ്മൾ വെച്ചത്? വിത്ത് ഇറ്റ്സ് പ്ലെയിൻ along the direction of magnetic field. Here BC is parallel to the magnetic field B, that is theta 0, and AD is anti-parallel to magnetic field B, that is theta equal to 180 degree. So the net force on BC and AD are 0. But the forces on A sides AB and CD are equal and opposite. The magnitude of force on AB, that is F1 equal to IBB, I small b capital B, and the force on CD is also equal to IBB, but these two forces are equal and opposite. The force on the side AB is into the plane, whereas the force on the side CD is out of the plane. So this equal opposite force acting on different points, that is whose lines of action are different, that means they are not collinear, that forces can produce torque. The torque is given by NIAB if there are n turns in the coil, and for only one coil it is NIAB, or it is also equal to tau equal to MB, where M is equal to IA or NIA. Then the next case, അതായത് നമ്മൾ ഈ പറയുന്ന രണ്ടാമത്തെ കേസ്, നമ്മളിപ്പോൾ പറഞ്ഞ കേസ് എന്ന് പറയുന്നത് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ തന്നെയാണ് പ്ലെയിൻ ഓഫ് ദ കോയിൽ കിടക്കുന്നത്. ഇനി അതല്ല, അത് ഇൻക്ലൈൻഡ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? പ്ലെയിൻ ഓഫ് ദ കോയിൽ മേക്സ് ആൻ ആംഗിൾ വിത്ത് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്.
അങ്ങനെയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്നത് നമ്മുടെ സെയിം കോയിൽ തന്നെയാണ് ABCD carrying current I placed in magnetic field B so that the plane of the coil is inclined to the magnetic field. If a coil is inclined to the magnetic field, its magnetic moment makes an angle. Magnetic moment, you know, it is a vector quantity. When the current is clockwise, the magnetic moment is into the plane, and when the current is in the anti-clockwise direction, the magnetic moment is out of the plane. So, here we consider clockwise current. നമ്മൾ എടുത്തേക്കുന്ന ഫിഗറിൽ clockwise current ആണ് നമ്മൾ കാണിച്ചേക്കുന്നത്. അപ്പോൾ മാഗ്നറ്റിക് മൊമെൻ്റ് എന്ന് പറയുന്നത് ഇൻടു ദി പ്ലെയിൻ ആണ്. അങ്ങനെ ഒരു കേസിൽ നമ്മൾ വരുമ്പം ഈ മാഗ്നറ്റിക് മൊമെൻറ്റ് നമുക്കറിയാം, സാധാരണയായിട്ട് ഒരു കോയിലിൻ്റെ കേസിൽ കറണ്ട് ക്യാരിയിങ് കോയിലാണെങ്കിൽ മാഗ്നറ്റിക് മൊമെൻ്റ് എന്ന് പറയുന്നത് ആ കോയിലിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഒന്നുകിൽ ഇൻടു ദി പ്ലെയിൻ അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദി പ്ലെയിൻ. ദാറ്റ് വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദി ഡയറക്ഷൻ ഇൻ വിച്ച് കറണ്ട് ഫ്ലോസ്. അപ്പോൾ ഇവിടെ നമുക്കറിയേണ്ടുന്ന കാര്യം, ഇവിടെ നമ്മൾ പ്ലെയിൻ ഇൻക്ലൈൻഡ് ആയിട്ട് വെക്കുമ്പോഴത്തേക്ക് ഈ മാഗ്നറ്റിക് മൊമെൻ്റ് എന്ന് പറയുന്ന സംഭവം ഫീൽഡുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണെന്ന് വിചാരിക്കുക. ലെറ്റ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് മൊമെൻറ്റ് മേക്സ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദി ഫീൽഡ് ഡയറക്ഷൻ. നമ്മൾ പറഞ്ഞ ആദ്യത്തെ കേസിൽ, അതായത് കോയിൽ എലോങ് ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്നുള്ള കേസിൽ എമ്മിനും ബിക്കും ഇടയ്ക്ക് വരുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. കാരണം കോയിലിൻ്റെ പ്ലെയിൻ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലാണ്. അപ്പോൾ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് മാഗ്നറ്റിക് മൊമെൻറ്റ് വരുന്നത്. അപ്പോൾ അവിടെ മാഗ്നറ്റിക് മൊമെൻറ്റിനും ഫീൽഡിനും ഇടയ്ക്കുള്ള ആംഗിൾ ആ കേസിൽ എത്രയായിരിക്കും? 90 ഡിഗ്രി. ബട്ട് ഹിയർ ദ കോയിൽ ഈസ് ഇൻക്ലൈൻഡ്, സോ ദ ആംഗിൾ ഈസ് നോട്ട് 90 ഡിഗ്രി, ഇറ്റ് മേക്സ് ആൻ ആംഗിൾ തീറ്റ. The magnetic moment makes an angle theta with the field direction. In this case, the force zone BC and AD are not zero. Here BC has some force and AD has some force. These two forces are equal in magnitude, but they cancel each other because they are opposite and collinear. These two forces acts along same line, so the forces on BC and AD having equal magnitude cancel each other. But the force on AB and CD, they are IBB itself, because that two sides are perpendicular to the direction of magnetic field. So, the force on AB equal to force on CD, that is equal to IBB, I small b capital B. So, these two forces, they are not collinear, their lines of action are different. And we know when two equal opposite force whose lines of action are different, it will constitute a couple. That means it has a rotating tendency. The rotating tendency is measured in terms of torque. So, here the torque is given by one of the forces into perpendicular distance between the forces. So, here it is IBB into the perpendicular distance between them, that is resolved in the figure. You can see the figure, in that you clearly know the perpendicular distance between the forces is not A, but here it is A sin theta. So, the torque tau equal to IBB into A sin theta. There small a, small b, you know the product of A and B is the area of the loop. So, it is IAB sin theta. I capital A capital B sin theta. Here theta is the angle between ഏതൊക്കെയാണ്? Direction of magnetic field and magnetic moment. So, here the torque is equal to IAB sin theta, and we know IA, the product of current and area, that is equal to magnetic moment M. So, we can write torque tau equal to mb sin theta, and we know torque is a vector quantity. So, we can write it as torque tau equal to m cross b. This is for one coil, but if there are n turns in the coil, for one turn the equation is IAB sin theta or mb sin theta or m cross b. But for n turns, the magnetic moment becomes NIA. So, the torque becomes
NIAB sin theta, and the torque is equal to M cross B. Here M equal to NIA. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഇതിനകത്ത് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമുക്ക് അറിയേണ്ടുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു റെക്റ്റാങ്കുലർ ലൂപ്പ്, കറണ്ട് ക്യാരിയിങ് റെക്റ്റാങ്കുലർ ലൂപ്പ് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ പാരലലായിട്ടോ അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് ആയിട്ടോ വെച്ച് കഴിഞ്ഞാൽ രണ്ട് കേസിലും അതിനകത്ത് ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് 0 ആണ്. ബട്ട് ദർ ഈസ് എ ടോർക്ക്. ടോർക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് കേസിൽ, അതായത് വെൻ ഇറ്റ്സ് പ്ലെയിൻ ഈസ് along the direction of magnetic field, ആ കേസിൽ മാഗ്നറ്റിക് മൊമെൻറ്റും മാഗ്നറ്റിക് ഫീൽഡിനും ഇടയ്ക്ക് വരുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. Therefore the torque is equal to IAB for one turn. For n turns it is NIAB, or short we can say tau equal to MB. But if the plane of the coil is inclined to the magnetic field, then also the net force on the system is 0, but the system is under a torque given by tau equal to NIAB sin theta or MB sin theta. Here theta is the angle between magnetic moment M and magnetic field B. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്കറിയാം, ഇപ്പോൾ ടോർക്കിനപ്പം നമുക്ക് ജനറലായിട്ട് എടുക്കാവുന്ന ഇക്വേഷൻ ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു MB sin theta, or in vector notation torque tau equal to M cross B. അപ്പോൾ ഇവിടെ നമുക്കറിയാവുന്ന ഒരു കാര്യം, ഈ ടോർക്ക് മാക്സിമം ആകാനുള്ള കണ്ടീഷൻ എന്താണ്, അതുപോലെ ടോർക്ക് മിനിമം ആകുന്ന കണ്ടീഷൻ എപ്പോഴാണ്. അപ്പോൾ നമുക്കറിയാം അതൊരു ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ സൈൻ തീറ്റ ഫംഗ്ഷൻ വന്നിരിക്കുന്ന ഒരു ടേമാണ്. അപ്പോൾ ടോർക്ക് മാക്സിമം ആകുന്ന കേസിൽ ആ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ മാക്സിമം ആകും. ദാറ്റ് ഈസ് തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി. അതാണ് നമ്മൾ പറഞ്ഞ ആദ്യത്തെ കേസ്. ദാറ്റ് ഈസ് ടോ ഈക്വൽ ടു MB, അതായത് IAB or NIAB, as the case may be. If there are one turn, the equation is IAB. If there are n turns, the equation is NIAB. Then the torque is 0. 0 ആകണമെങ്കിൽ നമുക്കറിയാം സൈൻ കമ്പോണൻറ്റ് 0, സൈൻ തീറ്റ 0 ആകുന്ന കേസ് ഇഫ് തീറ്റ ഈക്വൽ ടു 0 ഓർ 180 ഡിഗ്രി. ആ രണ്ട് കേസിൽ നമുക്ക് ദ ടോർക്ക് ആക്ടിങ് ഓൺ ദ സിസ്റ്റം ബിക്കം 0. ടോർക്ക് ഈസ് ഈക്വൽ ടു 0. ടോർക്കിൻ്റെ മിനിമം വാല്യൂ 0 ആയിട്ട് മാറും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ഇനി നമുക്ക് ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള രണ്ട് പ്രോബ്ലംസും കൂടെ ചെയ്യാം. ഒരു ഫസ്റ്റ് പ്രോബ്ലം നിങ്ങൾ ആ നോട്ട്ബുക്കിലേക്ക് ക്വസ്റ്റ്യൻ ഒന്ന് എഴുതി വെക്കുക. എ സ്ക്വയർ കോയിൽ ഓഫ് സൈഡ് 10 cm consists of 20 turns and carries a current of 12 ampere. The coil is suspended vertically and the normal to the plane of the coil makes an angle of 30 degree with the direction of a uniform horizontal magnetic field of magnitude 0.8 Tesla. What is the magnitude of torque experienced by the coil? ക്വസ്റ്റ്യൻ നമ്മൾ ബുക്കിലേക്ക് എഴുതിയതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടുന്നത് ഇതിൻ്റെ ഡേറ്റ ഒന്ന് അനലൈസ് ചെയ്ത് എഴുതുക. നമുക്ക് ഈ ക്വസ്റ്റ്യനകത്ത് എന്തെല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുക, തന്നേക്കുന്ന കാര്യം സ്ക്വയർ കോയിലാണ്. റെക്റ്റാങ്കുലർ കോയിലിന് പകരം സ്ക്വയർ കോയിൽ. സ്ക്വയർ കോയിലാകുമ്പോൾ നമുക്കറിയാം സൈഡ്സ് എല്ലാം തുല്യമാണ്. അപ്പോൾ അവിടെ ഒരു സൈഡ് 10 cm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സൈഡ് നമുക്ക് തരുന്ന എന്തിനാണ്? ഏരിയ കാണാനാണ്. അപ്പോൾ അത് സെൻറ്റിമീറ്റർ ആണ്, അത് നമുക്ക് മീറ്ററിലേക്ക് പോകണം. അപ്പോൾ ഏരിയ ഓഫ് ദി കോയിൽ ഇസ് ഈക്വൽ ടു എന്തോ വരും? 0.1 ഇൻറ്റു 0.1 മീറ്റർ ആവും. 10 cm ഇസ് ഈക്വൽ ടു 0.1 മീറ്റർ. സോ ദ ഏരിയ ഓഫ് ദ കോയിൽ ഈസ് ഈക്വൽ ടു 0.1 ഇൻറ്റു 0.1, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.01 meter square. Then the next data 20 turns. What is it? Capital N. You know it is capital N. Capital N is equal to 20. Then next data current. Current is I. I equal to 12 ampere. Then the coil is suspended vertically and the normal to the plane. Plane in the normal എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് മൊമെൻ്റ് ആണ്. മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ദിശയാണ്. ഒരു കോയിൽ, കറണ്ട് ക്യാരിയിങ് കോയിലിന് എപ്പോഴും നോർമലായിട്ട്, ആ പ്ലെയിനിന് നോർമലായിട്ട് ആക്ട് ചെയ്യുന്നത് മാഗ്നറ്റിക് മൊമെൻ്റ് ആണ്.
the coil makes an angle of 30 degree with the direction of uniform magnetic field. So, the angle theta here is equal to 30 degree and the magnetic field B, capital B equal to 0.8. അപ്പോൾ ഇത്രയും ഡേറ്റ നമ്മുടെ കയ്യിലുണ്ട്. ഇനി നമുക്കറിയാം വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ടോർക്ക് എക്സ്പീരിയൻസ്ഡ് ബൈ ദ കോയിൽ. യു നോ ദ ഇക്വേഷൻ ടോർക്ക് ടോ ഈക്വൽ ടു NIAB sin തീറ്റ. എന്നിൻ്റെ വാല്യൂ ഉണ്ട്, ഐയുടെ വാല്യൂ ഉണ്ട്, എയുടെ വാല്യൂ ഉണ്ട്, ബിയുടെ വാല്യൂ ഉണ്ട്. ദെൻ sin 30 sin തീറ്റ sin 30 is half, you know. Then on resolving the answer becomes 0.96 Newton meter. Okay, എല്ലാവരും ചെയ്ത് കഴിഞ്ഞോ? അപ്പോൾ ആൻസർ നമ്മുടെ ബോർഡിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, അത് നോക്കുക. Then what is the unit of torque? The unit of torque is Newton meter, that is 0.96 Newton meter. The next question, a circular coil of 20 turns and radius 10 centimeter is placed in a uniform magnetic field of 0.1 Tesla normal to the plane of the coil. If the current in the coil is 5 ampere, what is the A part question, total torque on the coil, B part, total force on the coil, C part, average force on each electron in the coil due to the magnetic field. Question ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. A, total torque on the coil, B, total force on the coil, C, average force on each electron in the coil due to the magnetic field. Number density of the coil is given and the area of the conductor is also given. So, here the data നമ്മൾ അനലൈസ് ചെയ്ത് എഴുതുക. ഡേറ്റ എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നത് ക്യാപിറ്റൽ N, number of turns 20, the current I is 5 ampere, the area of the coil is pi r square. സർക്കുലർ കോയിലാണ്, ഈ കേസിൽ നമുക്ക് തന്നേക്കുന്നത് സർക്കുലർ കോയിലാണ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇതിപ്പോൾ നമ്മൾ റെക്റ്റാങ്കുലർ കോയിലിൻ്റെ കേസാണ് ഈ ക്ലാസ്സിൽ പറയുന്നതെങ്കിലും ദാറ്റ് ഈസ് ദ കറണ്ട് ക്യാരിയിങ് കോയിൽ എന്നുള്ളത് ഏത് ഷേപ്പിനും ഇത് ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഈ കേസിൽ നമുക്കൊരു സർക്കുലർ കോയിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ സർക്കുലർ കോയിലിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? പൈ ആർ സ്ക്വയർ. അപ്പോൾ അത് വെച്ച് നമ്മൾ ചെയ്യുക. 3.14 ഇൻറ്റു 10 സെൻറ്റിമീറ്റർ റേഡിയസ്, അത് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് 3.14 ഇൻറ്റു 0.01 meter square. Magnetic field B 0.1 Tesla. Number density is given. Then area of cross section of the conductor is also given. അത് നമ്മൾ ചെയ്തു വരുമ്പോഴത്തേക്ക് ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്കറിയാം, വാട്ട് ഈസ് ദ ടോട്ടൽ ടോർക്ക് ഓൺ ദി സിസ്റ്റം. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്ന കാര്യം നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക. ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോഴത്തേക്ക് മാഗ്നറ്റിക് ഫീൽഡിന് നോർമൽ ടു ദി പ്ലെയിൻ ഓഫ് ദ കോയിലാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഈസ് നോർമൽ ടു ദി പ്ലെയിൻ ഓഫ് ദി കോയിൽ എന്ന് വെച്ചാൽ മീനിങ് എന്താണ്? അവിടെ തീറ്റയുടെ വില എന്തോ വരും? 0. സോ ടോർക്ക് ഈസ് 0, ഫോഴ്സ് ഈസ് ആൾസോ 0. സോ A, B part the answer is 0. Then C part, average force on each electron, force F നമുക്കറിയാം, this is Lorentz force. ചാർജിനകത്ത് അനുഭവപ്പെടുന്ന ഫോഴ്സ്, യു നോ ഇറ്റ് ഈസ് ലോറൻസ് ഫോഴ്സ് ഗിവൺ ബൈ QV ക്രോസ് B. ഹിയർ ഇറ്റ് ഈസ് QVB. കാരണം തീറ്റ 90 ഡിഗ്രി കേസാണ്. ലോറൻസ് ഫോഴ്സ് മാക്സിമം വരുന്ന കേസാണ് ഇവിടെ വരുന്നത്. അപ്പോൾ QVB വരും. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുമ്പം അവിടെ ഒരു പ്രശ്നമുള്ളത്, നമുക്ക് V തന്നിട്ടില്ല, വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസ് ഇല്ല. പക്ഷേ അത് കാണാനുള്ള കാര്യങ്ങളാണ് നമ്പർ ഡെൻസിറ്റിയും അതുപോലെ തന്നെ കണ്ടക്ടറിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ടേമിൽ പഠിച്ചില്ലയോ, I is equal to NEAV, അതിൽ നിന്ന് V equal to I/NEA, ആ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇത് കണ്ടുപിടിക്കുക. അപ്പോൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ആവറേജ് ഫോഴ്സ് എന്ന് പറയുന്നത് 5 × 10⁻⁻25 ന്യൂട്ടൺ. ടോർക്കിനെ ബേസ് ചെയ്ത് NCERT ടെക്സ്റ്റിൽ തന്നേക്കുന്ന അൺസോൾവ്ഡ് ആയിട്ടുള്ള 2 പ്രോബ്ലമാണ് ഞാനിപ്പോൾ ചെയ്യിപ്പിച്ചത്. ഇതിനകത്ത് സോൾവ്ഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് തന്നിട്ടുണ്ട്. അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യുക, അതിൽ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതൊക്കെ ചെയ്ത് അതുപോലെ തന്നെ ഇതിൻ്റെ നോട്ട്സും ഒക്കെ എഴുതി നിങ്ങളുടെ ടീച്ചറിന് സബ്മിറ്റ് ചെയ്യുക. നമ്മൾ ടോർക്ക് ഓൺ കറണ്ട് ക്യാരിയിങ് റെക്റ്റാങ്കുലർ കോയിലാണ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് എന്നുള്ള കേസാണ് ഈ ക്ലാസ്സിൽ നമ്മൾ
ചർച്ച ചെയ്തത്. ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. ഇത് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ്, അതിൻ്റെ കേസാണ് അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്.